എല്ലാം കിട്ടേണ്ടതാണ്. പക്ഷെ ഇപ്പൊ അപ്പർ കാസ്റ്റുകാർക്ക് മാർക്ക് കുറച്ചപ്പോ ആരും കിട്ടത്തില്ല. അപ്പൊ മെറിറ്റ് മാത്രമല്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു ഗുണം ഇപ്പൊ ഉണ്ടായിട്ടുണ്ട്. ഈ മെറിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സങ്കല്പമാണ് എന്നുള്ളത്. മറ്റത് മെറിറ്റ് അല്ലേ. ഇപ്പൊ എന്താണ് സ്ഥിതി? ഞാനൊരു പരീക്ഷയുടെ റിസൾട്ട് കണ്ടു. 1700 റാങ്കിൽ ഉള്ള ആൾക്ക് EWS കിട്ടി. OBC-കാർക്ക് കിട്ടിയിട്ടുള്ള 350 കിട്ടിയിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ OBC-കാരെക്കാൾ എത്രയോ താഴെ നിൽക്കുന്ന ആളുകൾക്ക് ഇന്നിപ്പോ EWS കൂടെ ഷോർട്ട് കട്ട് ചെയ്ത് കയറാൻ 10% ആണ്. ഇനി അതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഇനിയിപ്പോ തൽക്കാലം ചെയ്യാൻ കഴിയുള്ളൂ. അതിലൂടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉത്തരവാദികളാണ്. അതിൽ ഞാൻ കോൺഗ്രസിനെയും ഞാൻ അതിൽ ഒരു അബ്സോൾവ് ചെയ്യുന്നില്ല. എല്ലാവരും അതിന്റെ കൂടെ നിന്നു. മുസ്ലിം ലീഗ് മാത്രമാണ് അതിനെ എതിർത്തത്. അത് നമ്മൾ മനസ്സിലാക്കിക്കോണം. മുസ്ലിം ലീഗ് മാത്രമാണ് വോട്ട് ചെയ്തത് ആ ഭരണഘടനാ ഭേദഗതിക്കെതിരായിട്ട്. അപ്പൊ എല്ലാവരും നിന്നു. എന്തിനാണ് ഈ 10%? എല്ലാറ്റിനും പഠനങ്ങൾ വേണം. ഈ 10% വേണമായിരുന്നു. ഈ 10%ന്റെ എന്താ അതിന്റെ ലോജിക്ക്? എന്താ അതിന്റെ സാങ്ക്ടിറ്റി? 10% ടോട്ടലിന്റെ 10%, ജനറലിന്റെ അല്ല. 100 വേക്കൻസി ഉള്ളെങ്കിൽ ജനറൽ 50. ആ ജനറലിന്റെ 10 അല്ല, ടോട്ടലിന്റെ 10%. എത്രയോ വലിയ സൂത്രങ്ങൾ ചെയ്യാവുന്നതാണ്. ഞാൻ തന്നെ എന്റെ കുട്ടികൾ ഒക്കെ ഇപ്പോ പ്രായം ആയിക്കോൾ വരുന്നത്. ഇപ്പൊ എല്ലാം ഏജൊക്കെ കൂട്ടിയല്ലോ. അവരൊക്കെ അത്യാവശ്യം പഠിച്ച ആൾക്കാരാണ്. ഒരു കുട്ടിക്ക് കിട്ടണമെങ്കിൽ അച്ഛനമ്മമാർ ചെയ്യേണ്ടത് ഈ സ്വത്തെല്ലാം മൂത്ത കുട്ടിക്ക് എഴുതി വെച്ചാൽ മതി. മനസ്സിലായോ? ഈ സ്വത്ത് മൂത്ത മകൾക്ക് എഴുതി വെച്ചാൽ ഇളയ മകൾ EWS ആയി. ജോലി കിട്ടിയതിനു ശേഷം തിരിച്ചാക്കാം. നീറ്റ് എക്സാംസിന് NRI കോട്ടയുണ്ടല്ലോ. NRI കോട്ടകളിൽ ഡയറക്റ്റ് ആയിട്ട് പ്രവാസിയായിട്ടുള്ള മക്കൾക്ക് മാത്രമാണ് അത് കൺസിഡറേഷൻ ചെയ്തത്. കുറച്ചും കൂടി സ്ട്രിക്റ്റ് ആയി. സ്ട്രിക്റ്റ് ആവുമല്ലോ. ഇപ്പൊ അവരുടെ ബന്ധുക്കൾ ആരെങ്കിലും, അതായത് എന്റെ ഒരു എനിക്ക് ബ്ലഡ് റിലേഷൻ വേണം. ബ്ലഡ് റിലേഷൻ അകന്ന ബന്ധു പറയുവാണ് ഞാൻ ഈ കുട്ടിയെ ഞാനാണ് സ്പോൺസർ ചെയ്തത് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് അതും വേണ്ടിയിരുന്നില്ല. ഇപ്പൊ കുറച്ച് സ്ട്രിക്റ്റ് ആവുക ചെയ്തു. അതിൽ കുറച്ച് സ്ട്രിക്റ്റ് ആവുക ചെയ്തു. പണ്ട് NRI എന്ന് പറഞ്ഞാൽ മതി. ഇപ്പൊ അത് കുറച്ച് സ്ട്രിക്റ്റ് ആവുക. അത് മറ്റൊരു സബ്ജക്റ്റാണ്. അങ്ങനെ ഒരു SC-ക്കൊന്നും അതിൽ കിട്ടില്ല. എക്സാക്ട്ലി NRI കോട്ടയിൽ കൂടെ SC-ക്ക് എത്ര പേർക്ക് കിട്ടി എന്നുള്ളത് ഒരു ഗവേഷണം നടത്തേണ്ടതാണ്. എന്തായാലും ശരി, ഞാൻ സമയം ഒരുപാട് കൂടുതലെടുത്തു. വേറെ ചതി കൂടി ഉണ്ട്. അതായത് 1 മുതൽ 10 വരെ കൊടുക്കാം, 10% കൊടുക്കാമെന്നാണ് കേന്ദ്ര നിയമം. 10 പറഞ്ഞു കൊടുത്തു. അല്ല പക്ഷെ 10 കൊടുത്തത് എല്ലാവരും കൊടുത്തല്ല. കേന്ദ്രത്തിലും 10 കൊടുത്തില്ലേ? ആദ്യം കൊടുത്തു. അത് തന്നെ ദേവസ്വം ബോർഡിലാണ് കൊടുത്തത്. ആദ്യം നടപ്പാക്കി ദേവസ്വം ബോർഡിലാണ്. അല്ല, ഞാൻ ചിരിക്കേണ്ട വിഷയമല്ല. അപ്പൊ ഇത് വല്ലാത്തൊരു, സത്യത്തില് ഞാൻ ആ കോസിന് വേണ്ടി നിൽക്കുന്നതാണ് യഥാർത്ഥ ഒരു കമ്മ്യൂണിസ്റ്റ് ബോധം എന്ന് വിശ്വസിച്ച ഒരാളാണ്. അതിപ്പോഴും എനിക്ക് മനസ്സിൽ അത് ഞാൻ ഉറപ്പിച്ചു നിൽക്കുന്നു എന്നുള്ളത് എൻ്റെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കാണ്. കാരണം എൻ്റെ സഹപ്രവർത്തകരായിരുന്ന ആളുകൾ, എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ, അവരെല്ലാവരുടെയും നേരത്തെ പറഞ്ഞ ചന്ദ്രചൂഡന്റെ ഷിഫ്റ്റ് പോലെ ഷിഫ്റ്റ് ചെയ്തവരല്ല. അവരൊക്കെ സൗകര്യമായ സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്തു. പക്ഷെ എന്തുകൊണ്ടോ ഞാൻ ഷിഫ്റ്റ് ചെയ്തിട്ടില്ല. ഞാൻ ഷിഫ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുമില്ല. അതുകൊണ്ട് അപ്പൊ എന്നോട് തന്നെ ചിലർ പറയുന്നുണ്ട്, ഈ ഇലക്ഷൻ കാലത്ത് പറയാൻ പോകണ്ട, ഇതൊക്കെ വലിയ പുലിവാല പിടിച്ച കാര്യം. ഇലക്ഷൻ കാലത്ത് പറഞ്ഞാൽ അബദ്ധമാവും. ഏത് കാലത്ത് എന്ത് പറയുന്നു എന്നുള്ളത് നമ്മുടെ ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ EWS-നെ സംബന്ധിച്ചിടത്തോളം ഇവർ ഈസ് എ റിയാലിറ്റി. ഇന്നിപ്പോ അത് ലോ ഓഫ് ദ ലാൻഡ് ആണ്. ഇനിയിപ്പോ നമുക്ക് സെമിനാറിൽ സംസാരിക്കാം. പക്ഷേ അതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റും? അതിനകത്ത് ഏറ്റവും പാവപ്പെട്ട ആളുകൾക്ക്, അത് കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോയിലുള്ള, കഴിഞ്ഞ മാനിഫെസ്റ്റോയിലുള്ള പോസിറ്റീവായ കാര്യം, അത് നിങ്ങൾ ഇതിനകത്ത് ഇന്റഗ്രേറ്റ് ചെയ്യണം. നിങ്ങൾ ആലോചിക്കേണ്ടതാണ്. EWS അതൊരു റിയാലിറ്റി ആയ സാഹചര്യത്തിൽ ഈ ഇക്കണോമിക്കലി വീക്ക് എന്ന് പറയുന്ന എല്ലാവരും വേണ്ടേ? അത് നേരത്തോടെ പറഞ്ഞല്ലോ. ഇക്കണോമിക്കലി വീക്കായിട്ടുള്ള പിന്നെ അപ്പർ കാസ്റ്റ് മാത്രമാണോ മതിയോ? അപ്പൊ അതും കൂടെ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. അല്ലാതെ ഇനിയിപ്പോ EWS-നെ കുറിച്ച് ആലോചിച്ചിട്ട് തൽക്കാലം അത് എന്താ പറയാ, ലോ ഓഫ് ദ ലാൻഡ് ആയി മാറി സുപ്രീം കോടതി വിധി വന്നിച്ചു. അതുവരെ നമുക്ക് സ്കോപ്പ് ഉണ്ടായിരുന്നു. എന്തായാലും അപ്പർ കാസ്റ്റിലുള്ള കുട്ടികളും വളരെയധികം പ്രയാസപ്പെടുന്നവർക്ക് സ്കോളർഷിപ്സ് ആണ് കൂടുതൽ കൊടുക്കേണ്ടത്. അവരിൽപ്പെട്ട പാവപ്പെട്ട ആളുകൾക്ക് ഭൂമി കൊടുക്കുന്നതിനോ അല്ലെങ്കിൽ സ്കോളർഷിപ്പ് കൊടുക്കുന്നതിനോ ഒന്നും ആരും തന്നെ എതിരല്ല. ഞാനും എതിരല്ല. എത്രയോ പാവപ്പെട്ട, എന്നോട് തന്നെ വളരെ ഉയർന്ന ആളുകൾ, ഇപ്പൊ നിങ്ങളവിടെ ബ്രാഹ്മിൻ തെരുവിലെ കുട്ടികൾ വളരെ പാവപ്പെട്ട, യെസ്, അവർക്ക് സപ്പോർട്ട് കൊടുക്കണം, അവർക്ക് ആവശ്യമായ സ്കോളർഷിപ്പ് കൊടുക്കണം. നത്തിങ് റോങ് ഇൻ ഇറ്റ്. അത് നമുക്ക് ആർക്കും അതിൽ എതിർപ്പില്ല. പക്ഷേ സംവരണം എന്നുള്ളത് അത് റെപ്രസെന്റേഷനാണ്, അത് പ്രാതിനിധ്യമാണ്. അതാണല്ലോ അംബേദ്കർ കാഴ്ചപ്പാടതാണ്. അതുകൊണ്ട് ആ കാഴ്ചപ്പാടിൽ ഞാൻ ഇന്ന് പറഞ്ഞ SC, IPS ആയാലും IAS ആയാലും രാജ്യസഭയായാലും ലോക്സഭ പറയേണ്ട, ലോക്സഭയിൽ ഉള്ളത് കൊണ്ട് അതുണ്ട്. അതേപോലെ തന്നെ എല്ലാ മേഖലയും ഉയർന്ന ഭൂവുടമസ്ഥന്മാരായാലും ബിസിനസ്സുകാരായാലും കച്ചവടക്കാരായാലും എല്ലാ വിഭാഗങ്ങളിലും ഇന്നും SC, ST വിഭാഗങ്ങൾ റെപ്രസെന്റേഷൻ എന്ന കാര്യത്തിൽ ഇല്ല. അതുപോലെ തന്നെ സ്വത്ത് ഉടമസ്ഥന്മാരെന്ന രീതിയിലും
വലിയ തരത്തിൽ ഇല്ല എന്നത് യാഥാർത്ഥ്യമാണ്. ഇറ്റ് മേ ബി എ ലോങ് പ്രോസസ്, ഒരു നീണ്ട പ്രക്രിയയായിരിക്കും. ആ നീണ്ട പ്രക്രിയയിൽ നിങ്ങൾ ഇപ്പോൾ നടത്തിയിട്ടുള്ള ഈ ഡോക്യുമെന്റ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനം തന്നെ, വളരെ വളരെ പ്രധാനം. ഇപ്പോൾ SC ST മെഡിക്കൽ കോളേജ്, അത് നമ്മുടെ അനിൽകുമാർ വളരെ ഇൻട്രസ്റ്റ് എടുത്ത് അന്നത്തെ